ഗായ്സ് പറയാനില്ലേ? ഇല്ല പറയാനില്ല. ഇന്ത്യ കച്ചി വന്നാലും സമ്മാനം തരൂലല്ലേ ഗായ്സ്? ഇപ്പൊ നമുക്ക് ഹലോ അതിശയന്റെ കുഞ്ഞാണെന്ന്. ഗായ്സ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റിലാണ്. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പം പറയട്ടെ, കുഴപ്പമില്ലല്ലോ അല്ലേ? എനിക്കൊരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. ഇന്ത്യ ഗേറ്റിന്റെ അപ്പുറത്ത് പാകിസ്ഥാനാണ്. കുഞ്ഞിലേക്ക് അങ്ങനെ വിചാരിച്ചിരുന്നത്. വലുതായപ്പോ മനസ്സിലായ തെറ്റായ ധാരണയാണെന്ന്. പിന്നെ വേറെന്താ പറയാ, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ABCD അറിയില്ല. തുടക്കമേ ഞാൻ പറയാണ്, ഇതിനെപ്പറ്റി അത്യാവശ്യം അറിയാവുന്ന ഒരു PSC ബോയ് നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇതിന്റെ ഉയരം പറഞ്ഞല്ലേ, PSC ബോയ് എന്തായാലും അതിനെപ്പറ്റി പറഞ്ഞു തരുമായിരിക്കും അല്ലേ? നിങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ മതി. ഇതിന്റെ ഉയരം പറഞ്ഞിട്ട് ഇനി സംസാരിച്ചാൽ ഇന്ത്യ ഗേറ്റിന്റെ വീഡിയോ എടുക്കണം അത്രേ. ഞാൻ പറയാം ഗൈസിന്, തുടക്കമേ ഞാൻ പറയാം, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ല. ശരിക്കും നമ്മള് ഡൽഹിയിൽ വന്നപ്പം കാണുന്നു എന്നേ ഉള്ളൂ. അജ്മി നീ പറ. ഒരു 50 അടിയൊക്കെ കാണും. ഇതൊക്കെ എന്ത് 50 അടിയാണ്? അടിയില്ല, ഞാൻ പറയട്ടെ, ഒരു 50 മീറ്റർ ആണ്. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. 42 മീറ്ററേ ഉള്ളൂ ഇതിന്റേത്. നമ്മളെങ്ങനെ വിശ്വസിക്കും? പ്രൂഫാ? നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, ChatGPT നോക്കാം. ഇന്നലെ ഉറപ്പുവരുന്ന പഠിച്ചെന്ന് തോന്നുന്നു. മനസ്സിലായോ? ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷ് കാലത്താണ് നിർമ്മിച്ചത്. അതറിയാം. ഓക്കെ, അതെനിക്കറിയാം. എങ്ങനെ അറിയാം? ബ്രിട്ടീഷുകാരെന്താണ് ഇതൊക്കെ ഇങ്ങനെ നിർമ്മിക്കണേ? എങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഇത് ഒരു സ്മാരക വൃത്തിയായിട്ട് ഒരു ഇതുണ്ട്. അതായത് ഒന്നാം മഹാലോകയുദ്ധവും ഒറ്റെടുപ്പിന് എല്ലാം എടുത്തു കൊടുത്താ അതൊക്കെ മതി. 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞില്ലേ തള്ള. ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധം പഠിച്ച് വൈദ്യൻ എന്ത് പറഞ്ഞു? വെള്ളം നനയാൻ പാടില്ലെന്ന്, സൂക്ഷിച്ചില്ലെങ്കിൽ പയക്കെന്ന് പറഞ്ഞു. നമ്മളെ തലേന്ന് ചക്കപ്പായ അബി നീ കരയല്ലേ? അഫ്ഗാൻ വാറും ഉണ്ടായിരുന്ന സമയത്ത് അവിടെ മരിച്ചവർക്ക് വേണ്ടി വീരമൃത്യു, അതായത് സ്മാരകമായിട്ട് നിർമ്മിച്ചതാണ് ഈ ഇന്ത്യ ഗേറ്റിന്റെ താരം. ഇന്ത്യൻ ആർമി അല്ല, മരിച്ചവർക്ക്. മനസ്സിലായോ? അപ്പഴത്തേക്ക് അതിന്റെ അവർക്ക് നിന്നെ നല്ലോണം ചീത്ത വിളിക്കും. അറിയാവുന്ന കാര്യം വിളിക്കട്ടെ. എനിക്ക് അറിയാത്ത കാര്യം ഗൈസ് ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് അറിയില്ല. ഇതിലെന്ത് തെറ്റുണ്ടേ വേണം. ഗൈസ് ക്ഷമിക്കണം ഗൈസ്, കുറെയൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ എൻട്രി വന്നിട്ട് ഫ്രീ എൻട്രിയാണ് വരുന്നത്. വേറെ പൈസ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അടിപൊളി നല്ല ഫോട്ടോസ് എടുക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫറാണ് ഉള്ളത്. പിന്നെ ആംബിയൻസ് വന്നിട്ട് അടിപൊളി ആംബിയൻസ് ആണ്. ദയവേത് ആരും ഉച്ചയ്ക്കൊന്നും വരാതിരിക്കുക. അതായത് ഈ മന്ത്, അതായത് ഡിസംബർ, ആ ഒരു നവംബർ, ജാനുവരി ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോട പിടിച്ച ആ സംഭവം നമ്മളുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് കിട്ടും സാധനം. പിന്നെ ഇപ്പം ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാണ്. ഏകദേശം 43-45 ഡിഗ്രിയോളം വെയിലുണ്ട്. നമ്മളിപ്പോ ഇറങ്ങിയപ്പം തന്നെ ഏകദേശം ഇവിടെ എത്തിയപ്പം ഒരു 4 മണി ആയായിരുന്നു. അപ്പം തന്നെ നല്ല ചൂടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഏകദേശം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത്, നമ്മൾ ഒരു ഫോട്ടോ 20 രൂപയ്ക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ വേറെ പറയാനാണെങ്കിൽ നമ്മളുടെ രാത്രി ആവും തോറും, ഇരുട്ടും തോറും നമ്മളുടെ ഇന്ത്യ ഗേറ്റിലെ ലൈറ്റ് ഉണ്ട്. അത് വരുമ്പോ അതിന്റെ ഭംഗി വേറെയാണ്. ഒരു 6 മണി ഇപ്പൊ ഈ വ്യൂ നോക്കണം. ഈ ചൂടായതുകൊണ്ട് 7:05 സൂര്യൻ നേരത്തെ അസ്തമിച്ചിട്ടില്ല. എന്നിട്ടും ഇതിങ്ങനെ കിടക്കണം. 7:05 അപ്പോ ഇതാണ് ഇവിടുത്തെ വെതറിന്റെ പരിപാടി. പിന്നെ ഏകദേശം നല്ല റഷാണ്, നല്ല തിരക്കുണ്ട്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം, കുഴപ്പമില്ല. അപ്പം പിന്നെ ഇനിയിപ്പം വേറെ എന്തെങ്കിലും എനിക്ക് ലൈറ്റ് ഇങ്ങനെ മാറി ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് കാണാം. അതിന്റെ തട്ടിലായിട്ട് ഗ്രീനും മുകളിലായിട്ട് ഓറഞ്ച് കളറും നടുക്ക് വൈറ്റും ആയിട്ട് വരുന്നുണ്ട്. അത് കുറച്ചുകൂടി ഇരുട്ടുമ്പേ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള അപ്പേ ക്ലിയർ ആയിട്ട് നമുക്കിത് വരുള്ളൂ. ഇന്ത്യൻ ഫ്ലാഗിന്റെ കളറിൽ ഇന്ത്യ ക്യാച്ച് വരുമ്പോ അത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഓക്കെ, പിന്നെ ഇതില് ഈ വീഡിയോയിൽ എനിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് ഒന്നും അറിയില്ല. അറിയാവുന്ന ആരിഫ് അങ്ങനെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തതായിരുന്നു. ഇത് ഡിസൈൻ ചെയ്തായിരുന്നു. ഗൂഗിൾ നോക്കിപ്പോ പറയും. എഡ്വിൻ ലൂയിറ്റ്സൺ എന്ന് പറഞ്ഞ ഒരാളാണ്. എഡ്വിൻ ലൂയിറ്റ്സൺ അത് ഏതോ ഇംഗ്ലീഷുകാരനാ. ChatGPT പറഞ്ഞെന്നാ. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ കള്ളനാ. ഇവനൊരു മാങ്ങാത്തിരി അറിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇപ്പൊ രാത്രി നമ്മൾ പറയും നാളെ ഇന്ന സ്ഥലത്ത് പോകും. അപ്പൊ അവൻ റിസർച്ച് ചെയ്തിട്ട് അവൻ അറിയാവുന്ന കാര്യങ്ങൾ അങ്ങ് പറയും. മനസ്സിലായി? നമ്മളതുപോലെ ചെയ്യല്ല. നമുക്ക് അതുപോലെ അറിയില്ല. നമുക്ക് കേട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയൂ. പോയി നിക്കണ മണ്ടന്മാരെ പോലെ. ഞാൻ പറഞ്ഞില്ലേ, ഹായ്, എന്നെ വിളിച്ചായിരുന്നു. എന്താ ഓക്കെ അല്ലേ?
അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ Bye.